ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ലൈം തോട്ട്സ്. ഇന്ന് ഞങ്ങളുടെ മൂന്നാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ. ഞങ്ങളുടെ സ്പെഷ്യൽ ഡേയ്സിലൊക്കെ എവിടേക്കെങ്കിലും ട്രിപ്പ് പോകാറാണ് പതിവ്. ഇക്കൊല്ലം പതിവൊന്നും തെറ്റിച്ചില്ല. ഇന്ന് നമ്മൾ പോകുന്നത് നിലമ്പൂരിലുള്ള കനോലീസ് പ്ലോട്ടിക്കാണ്. നല്ല വെതറായിരുന്നു, മഴയും വെയിലും ഒന്നും ഉണ്ടായിരുന്നില്ല. വീട്ടിൽ നിന്നും ജസ്റ്റ് 2 hours ട്രാവൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നിലമ്പൂർ കാടിനുള്ളിലൂടെയുള്ള ഈ ഒരു യാത്ര അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ സീസൺ ഒന്നല്ല, അതുകൊണ്ട് തന്നെ ആളും ബഹളവും ഒന്നും ഉണ്ടാവില്ല. കുറച്ച് പീസ്ഫുള്ളായിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രമായിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് തോന്നി. അതാണ് കനോലീസ് സ്പോട്ട് ഓപ്റ്റ് ചെയ്തത്. അപ്പം നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ഹെഡിന് 45 റുപ്പീസാണ് കേട്ടോ എൻട്രി ഫീ. ഇവിടെ കയറി വരുമ്പോൾ ഒരു മാപ്പൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരുപാട് കെട്ടിടങ്ങൾ ജീർണാവസ്ഥയിലായതൊക്കെ കണ്ടു. ഇതിനകത്ത് കയറിയെടുത്തുന്ന ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ വഴി കൂടെയാണ് പോകാമെന്ന് വിചാരിച്ചത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഈ മരങ്ങളുടെ ഇടയിൽ കൂടെ കിളികളുടെ സൗണ്ടൊക്കെ കേട്ടിട്ട് ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ട്രോള്. അതെ ആ ഇറങ്ങണോ? അവരിതാ പറഞ്ഞത് ഇങ്ങനെ ഇറങ്ങിപ്പോയത്. അതാ ഇതാണ് കേട്ടോ ഇവിടുത്തെ വ്യൂ പോയിന്റ്. ഇതാണ് ചാലിയാർ പുഴ. വേനൽമഴ കഴിഞ്ഞിട്ടാണ് മഴവെള്ളം ഇത്ര അധികം ഉയർന്നത്. ആ കാണുന്ന മലനിരകൾ കണ്ടോ? അതാണ് ആഢ്യൻപാറ. നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ അവിടേക്കാട്ടോ. ഇവിടുന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു തൂക്കുപാലുണ്ട്. കറൻ്റ്ലി അത് ക്ലോസ്ഡ് ആണ് കേട്ടോ. തിരുവല്ലച്ചി കനോലീസ് പ്ലോട്ടിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ട് നേരെ പോയത് തൊട്ടടുത്തുള്ള ഫർസ മിഡ്വേ റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ. ഇവിടുന്ന് പുറത്തേക്കുള്ള വ്യൂ നല്ല രസമാണ് കാണാൻ. ദൂരെ മലയും കോടമഞ്ഞൊക്കെ തന്നെ ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിച്ചിരുന്നു. ഞങ്ങളൊരു അൽഫാം മന്തിയൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് പിന്നെ യാത്ര തുടർന്നത്. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ആഢ്യൻപാറ വാട്ടർഫോൾസ് ആയിരുന്നു. അത് നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. അതുവരെ ലവ് യു, ടേക്ക് കെയർ, ബൈ.